സോ ലിമിറ്റ്സ് എന്ന കോൺസെപ്റ്റ് വരുന്നത് ഫങ്ഷൻ്റെ കൂടെയാണ്. സോ എന്താണ് ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? സോ ലിമിറ്റ്സിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ മാത്തമാറ്റിക്സ് എ ലിമിറ്റ് ഈസ് ദ വാല്യൂ ദാറ്റ് എ ഫങ്ഷൻ അപ്രോച്ചസ് ആസ് ദ ആർഗ്യുമെൻറ്റ് അപ്രോച്ചസ് സം വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് റീകോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതൊരു ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഈ ഫങ്ഷൻ ഡെഫിനിഷനിൽ ഉള്ള ഒരു കാര്യമാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രാക്കറ്റിലുള്ള എക്സ് ആണ് നമ്മുടെ ഇൻപുട്ട്. സോ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു എക്സിന് ഒരു ഇൻപുട്ട് അഥവാ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിനായിട്ട് ഒരു വാല്യൂ, ഒരു യുണീക്ക് വാല്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് ഓരോ എക്സിനും ഓരോ എഫ് ഓഫ് എക്സ് ഫങ്ഷൻ വാല്യൂ ഉണ്ടാവും. സോ അതാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലിമിറ്റ്, അപ്പോൾ ലിമിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? ഇവിടെ ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്, എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫങ്ഷൻ. ഇവിടെ എക്സിൻ്റെ വാല്യൂ മാറുന്നതോറും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മാറും. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ അവിടെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2⁻², 4. അതുപോലെ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 9 ആവും. സോ അവിടെ നമുക്കൊരു ഫങ്ഷൻ എടുത്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫങ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് സൈൻ എക്സ് ബൈ എക്സ്. ഈ ഒരു ഫങ്ഷൻ്റെ ഇൻപുട്ട് എക്സ്, നമ്മൾ എക്സിന് എന്തിടുന്നു അതനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഇവിടെ നോക്കി നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു 90 ആകുമ്പോൾ നമുക്കറിയാം എക്സ് 90 ആകുമ്പോൾ എന്താ വെച്ചാൽ ഇൻപുട്ട് 90 ആകുമ്പോൾ സൈൻ 90 ഈക്വൽസ് 1 ആവും. ഇവിടെ നോക്കാം, എക്സ് ഈക്വൽസ് 90 എന്നുള്ളൊരു കേസ്, എക്സ് ഈക്വൽസ് 90 എന്നുള്ളൊരു കേസ്. സോ എക്സ് ഈക്വൽ ടു 90 എന്നുള്ളൊരു കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൈൻ 90 ഇസ് 1 ആൻഡ് എക്സ് വിൽ ബി 90. സോ എക്സ് 90 അഥവാ ഇൻപുട്ട് 90 ആകുമ്പോൾ നമുക്ക് ഫങ്ഷൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്നത് 1/90 ആണ്. സോ ദാറ്റ് മീൻസ് എക്സ് 90 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/90. സോ ഫങ്ഷൻസ് എങ്ങനെ വർക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ലിമിറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ അതിന് മുന്നേ നമുക്ക് ഒരു കേസും കൂടി നോക്കാം. എക്സ് ഈക്വൽ ടു 0 എന്നൊരു കേസ് നോക്കാം. സോ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ പകരം 0 ആവും. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറായി കിട്ടുന്നത് 0/0 എന്നുള്ളൊരു ഫോമിലുള്ളൊരു ഫിഗറാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. ഇതിന് നമ്മൾ 0/0 എന്ന് പറയുന്നൊരു ഫിഗർ നമ്മൾ പറയുന്ന പേരാണ് അൺഡിറ്റർമൈൻഡ് ഫോം. സോ അൺഡിറ്റർമൈൻഡ് ഫോമാണിത്. ഇതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല ഇവിടെ. സോ ഇങ്ങനത്തെ വാല്യൂസ് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ ഫങ്ഷനിൽ ആ ഒരു സ്പെസിഫിക് പോയിന്റിൽ സൊല്യൂഷൻ ഇല്ല, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് undefined. So that means f of x equals sin x by x for x equal to 0 is undefined. ഈ ഒരു ഫങ്ഷൻ 0യിൽ അൺഡിഫൈൻഡ് ആണ്, എന്നുവെച്ചാൽ അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല. സോ ഇങ്ങനത്തെ കുറേ വാല്യൂസ് ഉണ്ട്, അൺഡിറ്റർമൈൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് 0/0, അതുപോലെ 1/0. ഇങ്ങനത്തെ വാല്യൂസിനൊക്കെ നമ്മൾ പറയുന്നത്, ഇങ്ങനത്തെ ഫിഗേഴ്സിന് പറയുന്നത് അൺഡിറ്റർമിൻഡ് വാല്യൂസ് അഥവാ അൺഡിറ്റർമിൻഡ് ഫോംസ്. സോ ലിമിറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നു. സോ ഇത്തരത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ഇനി മുന്നോട്ട് പോകേണ്ട മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യിക്കാണ്ട്, എഫ് ഓഫ് എക്സ് അഥവാ ഫങ്ഷൻ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, വൈ ആക്സിസിലൂടെ നമ്മളെപ്പോഴും എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ആക്സിസിലും സ്വാഭാവികമായിട്ട് എക്സ് എടുക്കും. സോ അത് എപ്പോഴും ഓർത്തിക്കേണ്ട കാര്യമാണ്, എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ വൈ ആക്സിസിലൂടെ എടുക്കുന്നത്.
സോ നമ്മളിവിടെ നേരത്തെ കണ്ടു ഈ ഒരു ഫംഗ്ഷന് 0 അൺഡിഫൈൻഡ് ആണ്. സോ എക്സ് 0 ആകുമ്പോൾ ഈ ഫംഗ്ഷന് ഒരു വാല്യൂ ഇല്ല. പക്ഷേ ഇനി നമുക്ക് ചിന്തിച്ച് നോക്കാം, എക്സ് 0 അല്ല, പക്ഷെ 0ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ എക്സ് 0 അല്ല എന്ന് വെക്കട്ടെ, അത് 0.1 ആണെങ്കിലോ, ഇനി അഥവാ 0.001 ആണെങ്കിലോ? സോ എക്സ് എക്സാക്ട്ലി 0 അല്ല, പക്ഷെ 0ൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 0 തന്നെയാണെന്നുള്ള പറയുന്ന രീതിയിൽ എക്സിൻ്റെ വാല്യൂ എത്തുമ്പം ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? അതാണ് നമ്മൾ ലിമിറ്റ്സ് വെച്ച് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. സോ നമുക്ക് ഒരു ഗ്രാഫ് വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ എക്സിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. സോ സൈൻ എക്സ് ബൈ എക്സ് ഗ്രാഫിൽ കാണാൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു സൈനസോഡിയൽ ഫംഗ്ഷൻ അല്ല, അതുപോലെ തന്നെ ഒരു സിമിലർ പാറ്റേണിലുള്ളൊരു ഗ്രാഫാണിത്. സോ നമുക്കിവിടെ കാണാം ഓരോ പോയിൻറ്റിലും ഈ മൗസിൻ്റെ അടുത്ത് നമുക്ക് കാണാം ബ്രാക്കറ്റിൽ ഓരോ പോയിൻറ്റിലും, ഈ ഗ്രാഫിൻ്റെ ഓരോ പോയിൻറ്റിലും എക്സും വൈ വാല്യൂസും ഒക്കെ. ഫോർ എവറി എക്സ് വൈ വാല്യൂ എന്താ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എടുത്ത് നോക്കാം. സോ ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 1 വരുന്നത്. സോ ഫോർ എക്സ് ഈക്വൽ ടു 1 വൈ നമുക്ക് ഈ ബ്രാക്കറ്റിൽ എക്സ് കോമ വൈ ഫോമിലാണ്. സോ എക്സ് 1 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 0.841471 ആണ്. സോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ എക്സ് 0 ആവുന്ന കേസ് നോക്കാം. എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് അഥവാ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? സോ നമുക്കിവിടെ കാണാം എക്സ് 0 ആകുമ്പോൾ നമുക്ക് കാണാം ഈ എഫ് ഓഫ് എക്സ് അഥവാ വൈക്ക് ഒരു വാല്യൂ ഇല്ല, അത് അൺഡിഫൈൻഡ് ആണ്. അവിടെ നമുക്ക് കാണാം ആ ഡോട്ട് അവിടെ ബ്ലാങ്ക് ആണ്, അവിടെ വൈറ്റ് കളറാണ്. നമുക്കവിടെ കാണാം ആ ഗ്രാഫിൻ്റെ എക്സ് 0 ആകുമ്പം വൈ അൺഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ഗ്രാഫിൽ ആ ലൈൻ കണ്ടിന്യൂസ് അല്ല, ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഈ ലൈൻ ബ്രേക്ക് ആവുന്നുണ്ട്. ഇവിടുന്ന് 0-ലെത്തുമ്പോൾ ആ ലൈൻ അവിടെ വിസിബിൾ അല്ല, കാരണം അവിടെ ബ്ലാങ്ക് സ്പേസ് ആണ്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു സൊല്യൂഷൻ ഇല്ല എന്നാണ്. ബാക്കി എല്ലാ പോയിൻറ്റിലും എക്സിനൊരു വൈ ഉണ്ട്, പക്ഷേ ഇവിടെ എത്തുമ്പോൾ മാത്രം എക്സ് 0 ആകുമ്പം അവിടെ വൈ അൺഡിഫൈൻഡ്, അഥവാ വൈക്കൊരു വാല്യൂ ഇല്ല, അഥവാ ഫങ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ നമ്മുടെ ഗ്രാഫ് ബ്രേക്ക് ആവുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ബ്ലാങ്ക് വരുന്നത്. സോ പക്ഷെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഗ്രാഫിൽ എക്സ് 0 അല്ല, പക്ഷേ എക്സ് 0ൻ്റെ അടുത്തേക്ക് പോകുന്നതോറും വൈൻ്റെ വാല്യൂ വൈക്കൊരു വാല്യൂ ഉണ്ട്. എക്സ് 0 ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എക്സ് 0 ആകുമ്പോൾ വൈ അൺഡിഫൈൻഡ് ആവും. പക്ഷേ എക്സ് 0ൻ്റെ അടുത്തേക്ക് എക്സിൻ്റെ വളരെ തൊട്ടടുത്തൊരു വാല്യൂ ആണ് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ 0.0015, അത് 0ൻ്റെ വളരെ അടുത്താണ്. നമുക്കപ്പം കാണാം വൈ വാല്യൂ 1 ആണ്. ഇവിടെ കുറച്ചും കൂടി ദൂരെ പോയി നോക്കാം. 0.004 ആകുമ്പോൾ 0.9997, കുറച്ചും കൂടി അടുത്തേക്ക് പോയി നോക്കാം. നമുക്ക് 0.3, അപ്പോൾ 0.999. നമ്മൾ 0ൻ്റെ എത്ര അടുത്തേക്ക് വരുന്നോ വൈ വാല്യൂ 1ൻ്റെ അടുത്തേക്ക് വരുന്നു. 0.999 വൈ വാല്യൂ 0.999 ആണ്. അത് 1ൻ്റെ വളരെ അടുത്താണ്. പക്ഷേ നമ്മൾ 0ൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ അൺഡിഫൈൻഡ് ആവും. എക്സാക്ട് 0ൽ വൈക്ക് വാല്യൂ ഇല്ല, പക്ഷേ എക്സിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂക്ക് വൈ വാല്യൂ ഡിഫൈൻഡ് ആണ്. ഇതിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എക്സ് 0ൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വൈ ഓൾമോസ്റ്റ് 1 ആവും. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എക്സ് 0ലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുമ്പോൾ എക്സ് 0ലേക്ക് വരുമ്പോൾ
നമുക്ക് കാണാം അവിടെ വൈൻ്റെ വാല്യൂ 0.998, 0.9983. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വൈ വാല്യൂ മെല്ലെ മെല്ലെ 1ൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 0-ലെത്തുമ്പം വൈ വാല്യൂ അൺഡിഫൈൻഡ് ആണ്. സോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വന്നാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വന്നാലും വൈൻ്റെ വാല്യൂ 1ൻ്റെ അടുത്തേക്ക് എത്തും. പക്ഷേ എക്സാക്ട്ലി 0ൻ്റെ അടുത്ത് എത്തുമ്പോൾ വൈക്ക് വാല്യൂ ഇല്ല. സോ അതാണ് ലിമിറ്റ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലായി ഈ ഒരു ഫങ്ഷൻ എക്സ് 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് അൺഡിഫൈൻഡ് ആണ്. പക്ഷേ എക്സ് 0ൻ്റെ അടുത്തുള്ളൊരു വേറൊരു നമ്പർ ആണെങ്കിൽ അപ്പം വൈൻ്റെ വാല്യൂ 1ൻ്റെ അടുത്തുകൊണ്ട് പോകും. സോ നമ്മൾ നേരത്തെ കണ്ടു ലിമിറ്റ് വെച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ലിമിറ്റ് ഇസ് ദ വാല്യൂ ദാറ്റ് എ ഫങ്ഷൻ അപ്രോച്ചസ് ആസ് ദ ഇൻപുട്ട് അപ്രോച്ചസ് സം വാല്യൂ. നമ്മുടെ ഇൻപുട്ട് അഥവാ എക്സ് 0യെ അപ്രോച്ച് ചെയ്യുമ്പം ഫങ്ഷൻ ഏത് വാല്യൂവിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഒരു ഫങ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ലിമിറ്റിനെ പറ്റി പറയുമ്പോൾ ലിമിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ് ഇത്. സോ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എൽ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സം വാല്യൂ എ. ഇവിടെ എക്സ് എന്നുള്ളൊരു വാല്യൂ അഥവാ എഫ് ഓഫ് എക്സിൻ്റെ എക്സ്, ആ എക്സ് എ എന്നുള്ളൊരു വാല്യൂവിൻ്റെ അടുത്തേക്ക് പോവാണ്. എക്സ് എ അല്ല, എക്സ് എ എൻ്റെ വാല്യൂവിൻ്റെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട് എക്സ് 0 അല്ല, പക്ഷേ 0 എന്നുള്ള വാല്യൂവിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ആ സമയത്ത് ഫങ്ഷൻ്റെ വാല്യൂ എൽ എന്നുള്ളൊരു വാല്യൂവിനെ അപ്രോച്ച് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടു, ഇവിടുത്തെ കേസിൽ കണ്ടു എക്സ് 0ൻ്റെ അടുക്കുമ്പോഴും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1ൻ്റെ അടുത്തേക്ക് പോകും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽസ് 1. അഥവാ ഈ ഒരു ഫങ്ഷനിൽ എക്സ് 0ൻ്റെ അടുത്തേക്ക് പോകുന്നതോറും ഫങ്ഷൻ്റെ വാല്യൂ 1ൻ്റെ അടുത്തേക്ക് പോകും. സോ ലിമിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു ഫങ്ഷനിൽ എക്സ് വാല്യൂ അഥവാ ഇൻപുട്ട് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പം ആ ഫങ്ഷൻ്റെ വാല്യൂ ഏത് നമ്പറിൻ്റെ അടുത്തേക്ക് പോകും. സോ 1 എന്നുള്ളൊരു നമ്പർ ഈ ഫങ്ഷനിൻ്റെ എക്സാക്റ്റ് വാല്യൂ അല്ല. എക്സ് 0 ആകുമ്പോൾ 1 ആവില്ല. എക്സ് 0 ആകുമ്പോൾ ഫങ്ഷൻ അൺഡിഫൈൻഡ് ആണ്. പക്ഷേ എക്സ് 0ൻ്റെ അടുത്തേക്ക് പോകുമ്പം ഫങ്ഷൻ 1ൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെയാണ് ബിഹേവ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂവിനെ സൂചിപ്പിക്കുകയല്ല, പക്ഷെ ആ ഫങ്ഷനിൻ്റെ ബിഹേവിയറാണ്, ഫങ്ഷനിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ എക്സ് 0ൻ്റെ അടുത്തേക്ക് പോകുമ്പം ഫങ്ഷൻ 1ൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് നമ്മൾ ഗ്രാഫിലും കണ്ട്. ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എക്സിന് നമ്മളൊരു വളരെ 0ൻ്റെ അടുത്തുള്ളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു സം 0.001 സൈൻ ഓഫ് 0.1 ഡിവൈഡഡ് ബൈ 0.001 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 1 അല്ലെങ്കിൽ 0.999 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 അങ്ങനത്തെ ഒരു വാല്യൂയും കിട്ടാം. സോ അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് നമുക്ക് എന്ത് പഠിപ്പിക്കും? ഒരു ഫങ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്തോറും, ഒരു ഫങ്ഷൻ്റെ ഇൻപുട്ട് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്തോറും ഫങ്ഷനിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അഥവാ ഫങ്ഷൻ്റെ വാല്യൂ ഏത് പോയിൻറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ലിമിറ്റ് പറഞ്ഞുതരും. സോ അതായിരുന്നു ലിമിറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചില ലിമിറ്റ്സിനെ ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. So see you next time.